ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ നന്നായിരുന്നോ? ഞങ്ങളും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞ് നാളെ ഞങ്ങൾ കാനഡയ്ക്കൊന്ന് പോവാണ്. സിബിയുടെ ഒരു നീസ് നെഫ്യൂ ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ രാവിലെ തുടങ്ങുവാണ്. അപ്പം നിങ്ങൾക്കും സ്വാഗതം. ആദ്യം തന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും പഴംപൊരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് അധികം പഴംപൊരി ഉണ്ടാക്കി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ചെന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പവും മുട്ടക്കറിയും പിന്നെ ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കി. അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടുപോയി പെട്ടെന്ന് അവിടെ ചെന്നൊന്ന് ചൂടാക്കി നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ കേരള പലഹാരങ്ങളോടാണല്ലോ നമുക്ക് എപ്പോഴും താല്പര്യം. അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യപ്പം അതുപോലെ കുറച്ച് വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കി. മോള് ആ സമയം കൊണ്ട് കേക്ക് ബേക്ക് ചെയ്തു, കുറച്ച് ബ്രൗണി ബേക്ക് ചെയ്തു. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, വൈകുന്നേരമായി. അപ്പോൾ ഇനിയുള്ള പരിപാടി പാക്കിംഗ് ആണ്. ഞങ്ങൾ ഓരോന്നിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികൾക്കായതുകൊണ്ട് എല്ലാത്തിലും പേരുമൊക്കെ എഴുതി അങ്ങനെ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ പാക്കിങ്ങും ഈ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഒരു രസമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കാണെങ്കിലും നമ്മൾ ചെല്ലുന്നത് ഇങ്ങനെ നോക്കിയിരിക്കാനൊരു രസമല്ലേ. അപ്പോൾ സിബി ആണെങ്കിൽ എല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കുകയാണ്. ഞങ്ങൾ അതിരാവിലെ ഒരു 12:30 പോകണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നേ എല്ലാം എടുത്ത് വണ്ടിയിൽ എല്ലാം സെറ്റാക്കി വെക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് എഴുന്നേറ്റ് അങ്ങ് പോയാൽ മതിയല്ലോ. അങ്ങനെ അതെല്ലാം സെറ്റായി. ടക്കറാണെങ്കിൽ ഇതെല്ലാം കണ്ട് അവന് എന്തോ സംഭവിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിൻ്റെ വെപ്രാളത്തിൽ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നേരത്തെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്കെല്ലാം ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് എല്ലായിടത്തും കാണാം. രാത്രിയിലെ ലൈറ്റെല്ലാം അത് നല്ല ഭംഗിയാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് വഴിയിലൊന്നും അങ്ങനെ അധികം വണ്ടികളൊന്നുമില്ല. അപ്പോൾ യാത്ര വളരെ സുഖമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറായി. നേരം പതിയെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരു 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ എല്ലായിടത്തും നിർത്തി ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ന്യൂയോർക്കിൻ്റെയും കാനഡയുടെയും ബോർഡറിൽ എത്താറായി. ബോർഡറിൽ അധികം ട്രാഫിക്കൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞങ്ങൾ നയാഗ്ര സിറ്റിയിലെത്തി. അപ്പം ഈ നയാഗ്ര വെള്ളച്ചാട്ടം കടന്നാണ് നമ്മൾ അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് പോവുക. അപ്പോൾ ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് അവിടെ ഇങ്ങനെ ടൂറിസത്തിൻ്റേതായ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ചെറിയ ടൗൺ വില്ലേജ് ഏരിയയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കയറുന്നത് ഒരു പാലത്തിലേക്കാണ്. അപ്പോൾ പാലം
കടന്ന് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ അത് കാനഡയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് കടക്കാൻ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന വണ്ടികളുടെ നിരയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് തിരക്കൊന്നുമില്ലായിരുന്നു. ബോർഡറിൽ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്തു. നമ്മൾ പാസ്പോർട്ട് കാണിക്കുക, അവർ വണ്ടി എല്ലാം നോക്കും. അങ്ങനെ ഒരു പെട്ടെന്ന് ചെക്കിങ് 1 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞേ ഉള്ളൂ. അധികം ചോദ്യങ്ങളും ചോദിച്ചോന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാണ് പോകുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെ വണ്ടിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാനുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അതിനുള്ള ആൻസർ പറഞ്ഞ് അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് അങ്ങ് വിടുകയാണ് ചെയ്യുക. ഈ കാണുന്ന നദി നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോയില്ല, കാരണം ഇപ്പോൾ തണുപ്പായാലും അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് ബോർഡർ കടന്ന് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ടൊറൻറ്റോയിലെത്തിയ. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പോൾ ഇവർ 4 പേരാണ് താമസിക്കുന്നത്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ കഴിക്കാനായിട്ട് ചൂടാക്കുന്നതൊക്കെ രംഗമാണിത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുട്ടികളൊക്കെ കുറേ നാളുകളോടെയാണ് ഇഡ്ഡലിയും അപ്പമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി വേറെ ഞങ്ങളൊരു റിലേറ്റീവ് ഉണ്ട്, ടൊറൻറ്റോയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണിത്. സിറ്റി ഏരിയയിൽ കൂടെ തന്നെയാണ്. വളരെ വിശാലമായ റോഡും, അതുപോലെ രാവിലെ സമയമായതുകൊണ്ടായിരിക്കും എല്ലാവരും ജോലിക്കൊക്കെ പോകുന്ന സമയമാണല്ലോ, റോഡിലൊക്കെ ഒരുവിധം തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ഇവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ടും ഓർഡർ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഒരു ബാഹുബലി മന്തിയാണ്. അപ്പോൾ അതിൽ ചിക്കൻ, മട്ടൻ, എഗ്ഗ്, അതുപോലെ ഫിഷ്, അത് പല ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ റൈസ് ആണ്. അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നിട്ട് അത് കഴിച്ചിട്ട് തീർന്നില്ല, ബാക്കി പാക്ക് ചെയ്യേണ്ടി വന്നു.
അങ്ങനെ ഞങ്ങൾ അതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ നഴ്സിങ്ങിന് ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഞങ്ങൾ താമസിക്കാനായിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. അങ്ങോട്ട് പോയി. വളരെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഒരു ദിവസം ഉള്ളെങ്കിലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ ഹോട്ടലിൽ ഞങ്ങൾ 6 പേർക്ക് കിടക്കാൻ പാകത്തിന് ബെഡ്റൂമും കിച്ചൺ, ലിവിങ് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി. ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് പുറത്തുനിന്ന് പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറ്, പൊറോട്ട, ചിക്കൻ ഒക്കെ വാങ്ങിച്ചു. അപ്പം പൊതിച്ചോറ് അവിടെ ഇഷ്ടം പോലെ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നല്ല ഫുഡ് കിട്ടും. നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി മലയാളി റെസ്റ്റോറൻറ്റുകളില്ല. അപ്പോൾ അവിടെ ചെന്നപ്പം പല പല ഫുഡുകൾ നോക്കാം എന്നോർത്തുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് പൊതിച്ചോറ് വാങ്ങിച്ചതാണ്. അങ്ങനെ ഭക്ഷണമെല്ലാം കിടന്ന് ഞങ്ങൾ ഉറങ്ങി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങി. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുട്ടികളെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് പോരാനാണ് പ്ലാന്. ഇത് നമ്മൾ തിരിച്ച് കുട്ടികളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതെല്ലാം റെസിഡൻഷ്യൽ സ്ഥലങ്ങളാണ്. ന്യൂയോർക്കും കാനഡയൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ പൊതുവെ കാണുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഷവർമ്മ ഉള്ള റെസ്റ്റോറൻറ്റിൽ നിർത്തി. അവിടുന്ന് കുറച്ച് ഷവർമ്മ വാങ്ങിച്ചു. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഷവർമ്മ കിട്ടാറില്ല. അപ്പോൾ ഗൾഫിലൊക്കെ താമസിച്ചവർക്ക് ഈ ഷവർമ്മയുടെ രുചി എപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ അത് വേണം എന്നും പറഞ്ഞുകൊണ്ട് സിബി അവിടെ കയറി വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഞാനങ്ങനെ ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല, എങ്കിലും ട്രൈ ചെയ്തപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പം പ്രത്യേകമായിട്ടൊരു വ്യത്യാസം നമുക്ക് തോന്നുന്നത്, ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കുന്നുകളും മലകളും ഒക്കെയുള്ള ഭൂപ്രദേശമാണ്. ടൊറൻറ്റോ പൊതുവേ പരന്ന പ്രകൃതിയാണ്. അതുപോലെ നമ്മൾ തൂക്കം പറയുന്നത് നമ്മൾ അമേരിക്കയിൽ പൗണ്ടാണ്, കാനഡയിൽ അത് കിലോഗ്രാമാണ്. അതുപോലെ ദൂരമാണെങ്കിലും നമ്മളിവിടെ മൈലാണ് ഉപയോഗിക്കുക, അത് കാനഡയിൽ കിലോമീറ്ററാണ്. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ. പിന്നെ പേയ്മെൻ്റ് എല്ലാം അവിടെ കനേഡിയൻ ഡോളറിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കനേഡിയൻ ഡോളർ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് സാധാരണ പോവുക. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അവിടെ അതിന് സർവീസ് ഫീ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ. അങ്ങനെ എല്ലാവരെയും അവരവരുടെ സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പോരുവാണ്. പോരുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ്. എങ്കിലും ഇനിയും പോയി നമുക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ. ഇതിപ്പോൾ നമ്മൾ കാനഡ US ബോർഡറിൽ എത്താറായി. അപ്പം ബോർഡർ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മൾക്കൊരു 6.5-7 മണിക്കൂറോളം യാത്രയുണ്ട്.
ബോർഡറിൽ നമുക്കൊരു 9 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു. കുറച്ച് വണ്ടികൾ നമ്മൾക്ക് മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അവരും ചോദിക്കും നമ്മളോട് എവിടെയാണ് പോയത്, നിങ്ങൾ എവിടെയാണ് താമസിച്ചത്, തിരിച്ച് നമ്മൾ ആൽക്കഹോളോ ടുബാക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ന്യൂയോർക്കിലെത്തി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാനഡ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നല്ലൊരു ട്രിപ്പായിരുന്നു. നന്നായിട്ട് എല്ലാവരും ആസ്വദിച്ചു. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.